തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, രോഗം അല്ലെങ്കിൽ ഡിസീസ് എന്ന വാക്ക് നമുക്കത്ര സുഖം പകരുന്ന ഒന്നല്ല. ഡിസ് അധികം ഈസ്, സുഖത്തിൽ നിന്ന് വേർപെടൽ എന്നാണ് ഡിസീസ് എന്ന വാക്ക് അർത്ഥമാക്കുന്നത്. അതായത് രോഗം ശരീരത്തിന്റെ മാത്രം പ്രശ്നമല്ല, ആത്മാവിന്റെ അസ്വസ്ഥതയും കൂടിയാകുന്നു. പുറപ്പാട് പുസ്തകം 15:26 വായിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാകുന്നു. ആത്മീയ ചിന്തകളിലൂടെ രോഗങ്ങളെയും അസ്വസ്ഥതകളെയും അഭിമുഖീകരിക്കുമ്പോൾ അതിനെ തരണം ചെയ്യുവാനും അതിൽ നിന്ന് സുഖം പ്രാപിക്കുവാനും പലപ്പോഴും ആത്മീയ ശക്തി നമ്മെ സഹായിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്നാമതായി രോഗം ദൈവ സാന്നിധ്യ ബോധത്തിലേക്കുള്ള ഒരു വിളിയാണ്. ഡിസീസ് ആസ് എ ഡിവൈൻ കോൾ ടു ദി പ്രസൻസ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 119:71, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി എന്ന് വായിക്കുന്നു. രോഗം പലപ്പോഴും ദൈവത്തിലേക്കുള്ള ഒരു വിളിയാണ്. സെന്റ് ബേസിൽ ദി ഗ്രേറ്റ് ഇപ്രകാരം പറയുന്നുണ്ട്, ഡിസീസ് ഈസ് നോട്ട് ഓൾവേസ് പണിഷ്മെന്റ് ബട്ട് ഓഫൺ എ മീൻസ് ഓഫ് പ്യൂരിഫിക്കേഷൻ. രോഗം ശിക്ഷയല്ല, ആത്മശുദ്ധീകരണത്തിനുള്ള ദൈവത്തിന്റെ മാർഗമാണ്. നമ്മുടെ അഭിമാനം, ആത്മസംതൃപ്തി, ആത്മനിദ്ര ഇവയെ തകർക്കാൻ ദൈവം ചിലപ്പോൾ രോഗം അനുവദിക്കുന്നതായിരിക്കാം. വിക്ടർ ഫ്രാങ്കിൾ പറയുന്നു, when we find meaning in suffering, it ceases to be suffering. വേദനയിൽ അർത്ഥം കണ്ടെത്തുമ്പോൾ അത് അനുഗ്രഹമാകുന്നു. രോഗാവസ്ഥ പ്രദാനം ചെയ്യുന്ന ആത്മീയ സന്ദേശം, കർത്താവേ നീ എന്ത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യം ചോദിക്കുമ്പോൾ രോഗം ദൈവവാക്കായി മാറും. രണ്ടാമതായി, രോഗം മനുഷ്യന്റെ ദൗർബല്യവും ദൈവത്തിന്റെ ശക്തിയും വെളിപ്പെടുത്തുന്നു. ഹ്യൂമൻ വീക്ക്നെസ് ആൻഡ് ഡിവൈൻ പവർ. 2 കൊരിന്ത്യർ 12:9 വായിക്കുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. രോഗം നമ്മളെ നമ്മുടെ പരിമിതികൾ തിരിച്ചറിയാൻ പലപ്പോഴും സഹായിക്കുന്നുണ്ട്. സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നു, സിക്നെസ് ടീച്ചസ് us ഹ്യൂമിലിറ്റി ആൻഡ് ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. രോഗം നമ്മെ വിനയവും ദൈവാശ്രയവും പഠിപ്പിക്കുന്നു. ആരോഗ്യത്തിൽ എനിക്ക് കഴിയും എന്ന് പറയുന്ന നാം രോഗത്തിൽ കർത്താവേ നീ മാത്രം എന്ന് പറയും. കാൾ യുങ് പറയുന്നു, എവരി ഡിസീസ് ഈസ് എ മെസ്സേജ് ഫ്രം ദി സോൾ. ശരീരം രോഗപ്പെടുമ്പോൾ ആത്മാവ് സംസാരിക്കുന്നു. നമ്മുടെ ദൗർബല്യം ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന ഒരു വേദിയാണ്. മൂന്നാമതായി, രോഗം ക്രിസ്തുയേശുവിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നു. ടോട്ടൽ ഹീലിംഗ് ഇൻ ക്രൈസ്റ്റ്. മത്തായിയുടെ സുവിശേഷം 9:12, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യന്റെ ആവശ്യം. യേശു ക്രിസ്തു ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും വൈദ്യനാണ്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 4:23, യേശു സകല രോഗങ്ങളും സകല വ്യാധികളും സുഖപ്പെടുത്തി. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ 1/3 ഭാഗം രോഗികൾക്കും രോഗശാന്തിക്കുമായിരുന്നു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. സെന്റ് അഗസ്റ്റിൻ പറയുന്നു, God sometimes heals by curing, sometimes by enduring. ദൈവം ചിലപ്പോൾ രോഗം മാറ്റിക്കൊണ്ടും ചിലപ്പോൾ സഹിക്കാൻ ശക്തി നൽകിക്കൊണ്ടും നമ്മെ സുഖപ്പെടുത്തുന്നു. 3 യോഹന്നാൻ 1:2, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ സൗഖ്യം ജീവിതത്തിന്റെ കൂടി സൗഖ്യമാണ്. 4, രോഗം ആത്മീയ നവീകരണത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും വഴിയാണ്. ഡിസീസ് ആസ് എ പാത്ത് ടു സ്പിരിച്വൽ റിന്യൂവൽ. റോമർക്ക് എഴുതിയ ലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുത്തുവാനുള്ള
തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടതകൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സെന്റ് ഐസക് ദി സിറിയൻ പറയുന്നു, സിക്നസ് ഇസ് എ സ്കൂൾ where God teaches the deepest lessons. രോഗം ദൈവത്തിന്റെ വിദ്യാലയമാണ്. അവിടെ വലിയ പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ഡിസീസ് ഈസ് ദി റിസൾട്ട് ഓഫ് ഡിസ്ഹാർമണി ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. മനസ്സും ശരീരവും ആത്മാവും തമ്മിലുള്ള ഐക്യം പുനഃസ്ഥാപിക്കുവാനുള്ള വിളിയാണ് രോഗം. രോഗം നമ്മെ പ്രാർത്ഥനയിലേക്കും ദൈവാശ്രയത്തിലേക്കും ആത്മപരിശോധനയിലേക്കും നയിക്കുന്നു. പ്രിയരെ, രോഗം ശാപമല്ല, ദൈവത്തിന്റെ ഒരു സന്ദേശമാണ്. രോഗം അവസാനമല്ല, ദൈവശാന്തിയുടെ വാതിലാണ്. സങ്കീർത്തനം 147:3 വായിക്കുന്നുണ്ട്, അവൻ തകർന്ന ഹൃദയരെ സുഖപ്പെടുത്തി അവരുടെ മുറിവുകൾ കെട്ടുന്നു. Disease is not the end of life, but the beginning of deeper faith, humility, prayer and divine healing. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.